രണ്ട് വേദവാക്യങ്ങൾ ഉദ്ധരിച്ചു കൊള്ളട്ടെ. പരിശുദ്ധനായ പൗലോസ് ലീഹ തെസ്സലോനിക്കർ എഴുതിയ 1 ലേഖനം 5 അധ്യായം 12 വാക്യം. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. 2 വാക്യം മലാക്കി പ്രവാചന പുസ്തകം 3 അധ്യായം 16 വാക്യം. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, അഭിവന്യ പിതാക്കന്മാരെ, വന്യരായ കോർപ്പിസ്കോപ്പമാരെ, ശ്രേഷ്ഠരായ റമ്പാച്ചന്മാരെ, വന്യരായ വൈദികരെ, പ്രിയപ്പെട്ട ഷമ്മാശന്മാരെ, വൈദിക വിദ്യാർത്ഥികളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, നാം ഈ വായിച്ച വാക്യങ്ങളിൽ ഉദ്ധരിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ഇടയിൽ അധ്വാനിച്ച, നമ്മെ ദൈവത്തിങ്കിലേക്ക് നയിച്ച, നമ്മെ പ്രബോധിപ്പിച്ച, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ സ്ഥിരമായി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു വലിയ പുണ്യവാന്റെ 110 ഓർമ്മപ്പെരുന്നാൾ നാം ഇവിടെ കൊണ്ടാടുന്നു. ഇത് നമ്മെ സംബന്ധിച്ച് വലിയ ഒരാഘോഷമാണ്. യഹോവയുടെ വലിയ നിക്ഷേപവും ജീവപുസ്തകത്തിൽ മായാത്ത പേരുള്ളവനുമായ പരിശുദ്ധനായ പരിമല പുണ്യവാന്റെ സമാധിയിൽ വിശുദ്ധജനം നടത്തുന്ന വിശുദ്ധമായ ആഘോഷം എന്ന് നമുക്ക് ഇതിനെ പേര് വിളിക്കാം. അതുല്യ നീതിമാനും അതുല്യ പുണ്യവാനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീതിമാനും പുണ്യവാനുമായവനെ സ്വീകരിക്കുന്ന വിശുദ്ധ ജനത്തിൻ്റെ ആഘോഷമാകുന്നു ഇത്. പരിമല തിരുമേനി നമ്മുടെ മാത്രം ഒരു സ്വത്തല്ല. ഭാരത ജനതയുടെ മുഴുവൻ പൊതു സമ്പത്തായവനെ വിശുദ്ധിയോടെ ആഘോഷിക്കുന്ന വിശുദ്ധ ജനത്തിൻ്റെ ആഘോഷമായിട്ട് വേണം നാം ഇതിനെ കൊണ്ടാടുവാൻ. 2-3 പ്രത്യേകതകൾ മാത്രം ഈ പെരുന്നാളിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു കൊള്ളാം. 1, ഈ പെരുന്നാൾ തീർത്ഥാടകരുടെ ആഘോഷമാണ്. തീർത്ഥം പുണ്യമാണ്. ഈശ്വരവിശ്വാസികൾ ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ ഈ പുണ്യം ആഘോഷപൂർവം പാനം ചെയ്യുന്നു. മനുഷ്യജീവിതം യാത്രയാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന് 40 വർഷക്കാലം യാത്ര ചെയ്ത് വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തേക്ക് എത്തിയ സംഭവത്തെ അതിന് പിന്നിൽ നിന്നുകൊണ്ട് നാം ഓരോരുത്തരും ഇന്നും ആ യാത്ര തുടരുന്നു എന്ന് വേണം പറയുവാൻ. പലവിധമായ പ്രതിസന്ധികളെ
അഭിമുഖീകരിക്കുന്നതായ ജനം പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരുണ തേടിക്കൊണ്ട് വിശുദ്ധന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ അവർക്ക് ലഭിക്കുന്നത് പുണ്യമാണ്, തീർത്ഥമാണ്. ഈ ലോകയാത്രയിൽ അറിഞ്ഞും അറിയാതെയും കുതിച്ചു പായുന്ന ആളുകളാകുന്നു നാം. നമ്മുടെ ഈ കുതിച്ചോട്ടത്തിൽ നമുക്ക് അല്പമെങ്കിലും പുണ്യം ലഭിക്കുവാൻ, ഇവിടെ വന്ന് തീർത്ഥം പ്രാപിച്ച് ശക്തി പ്രാപിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കുന്നു എന്നർത്ഥം. ഇവിടെ എല്ലാവരുമുണ്ട്. സഭാവിശ്വാസികൾ മാത്രമല്ല, പല വർഗങ്ങളിലും വർണ്ണങ്ങളിലും ഉള്ളതായ എല്ലാവരും ഇവിടെ ആയിരിക്കുന്നു. സമ്പന്നരും ദരിദ്രരും ഈ തീർത്ഥാടനത്തിൽ ഉണ്ട് എന്നത് പ്രത്യേകതയാണ്. എല്ലാവരിലും ദൈവത്തിൻ്റെ സൃഷ്ടജാലങ്ങളിൽ മുഴുവനും, അതിൽ ദളിതനെന്നോ ഹരിജനമെന്നോ വർഗമെന്നോ വർണ്ണമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരിലും ത്രിയേക ദൈവത്തിൻ്റെ ജീവഛായ ദർശിച്ചതായ മഹാപുണ്യവാന്റെ സാന്നിധ്യത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു എന്നത് തന്നെ ഈ തീർത്ഥം പാനം ചെയ്യുന്നതിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ശരിയല്ല, അത് പൈശാചികമാണെന്ന് വചനത്തിലൂടെയും തൂലികയിലൂടെയും പ്രഖ്യാപിച്ച ഒരു മഹാപുണ്യവാന്റെ പെരുന്നാളിൽ നാം ആയിരിക്കുമ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന പുണ്യം അത് അനുഗ്രഹമാണ്. തീർത്ഥം എന്ന സംസ്കൃത പദത്തിന് കടവ് എന്ന ഒരർത്ഥം കൂടി ഉണ്ട്. തീർത്ഥാടകർ കടവ് കടന്ന് പുണ്യം പാനം ചെയ്യണം എന്നർത്ഥം. പരിമലക്കടവ് പ്രസിദ്ധമാണ്. നാം ഇപ്പോൾ പാലം പണിഞ്ഞതുകൊണ്ട് പാലത്തിന്റെ മുകളിലൂടെ കടന്നു വരുന്നു എന്ന് മാത്രം. എന്നാൽ കടവ് കടന്ന് വന്ന് പുണ്യം പാനം ചെയ്യുന്ന വലിയ അനുഭവം ഭാരത സംസ്കാരത്തിൽപ്പെട്ട എല്ലാ മതങ്ങളുടെയും ആധ്യാത്മിക ജീവിതത്തിന്റെ ആധ്യാത്മിക അനുഭവം തന്നെയാണ്. ആരനുഭവമായിരിക്കാം പരിശുദ്ധനായ പരിമല തിരുമേനി പരുമലയിലെ കടവ് കഴിഞ്ഞ് വന്ന തീർത്ഥം ലഭിക്കുന്നതായ പുണ്യം ലഭിക്കുന്നതായ സ്ഥലത്ത് തൻ്റെ സമാധി സ്ഥലം തെരഞ്ഞെടുത്തതും ഇവിടെ വാസമാക്കിയതും. ദൈവമക്കൾ ദൈവസന്നിധിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കടവ് കടന്ന് തീർത്ഥം പാനം ചെയ്ത് സന്തോഷഭരിതരായി ജീവിക്കണമെന്നത് പരിശുദ്ധ പരുമല കൊച്ചു തിരുമേനിയുടെ ആഗ്രഹമായിരിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ലോകമാകുന്ന മഹാസാഗരം അതിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സങ്കീർണതകളും തരണം ചെയ്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനായി വാഗ്ദത്തദേശത്തേക്ക് എത്തിച്ചേരുവാനായി നാം മുതിരുമ്പോൾ അതിൻ്റെ ഒരടയാളമായി ഈ പെരുന്നാളിനെ നമുക്ക് ദർശിക്കുവാനായി സാധ്യമാകണം. സമാധാനം നമുക്ക് ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ പരുമലയിലേക്ക് വരുന്നതായ ദൈവമക്കളുടെ ഭൂരിപക്ഷത്തിൻ്റെയും മനസ്സിൻ്റെ ഉള്ളിൽ സമാധാനം തങ്ങൾക്ക് ലഭിക്കണം എന്ന അതിയായ ആഗ്രഹമാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകയാത്രയിൽ കടവ് കടന്നു വന്ന് സമാധാന തുറമുഖത്തെത്തി സമാധാനം പ്രാപിക്കുന്ന വലിയ അനുഭവത്തിൻ്റെ തീർത്ഥാടനമായി ഈ പെരുന്നാളിനെ കാണുവാൻ നമുക്ക് സാധ്യമാകണം. തീർത്ഥം എന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഇറ്റ് ഈസ് സംതിങ് സ്പെഷ്യൽ എമംഗ് ദ ഓർഡിനറി. സാധാരണയിൽ കാണുന്ന അസാധാരണമായ എന്തോ ഒന്ന്. തീർത്ഥമായാൽ അതാണ്. നമുക്കറിയാം, സഭയുടെ ധനകാശുശ്രൂഷയിൽ വാഴ്ത്തുന്നതായ ജലം അത് വാഴ്ത്തിയാൽ എത്ര നാൾ വേണമെങ്കിലും അശുദ്ധി കൂടാതെ വിശുദ്ധമായി അത് എക്സ്ട്രാ ഓർഡിനറിയായി ഇരിക്കുന്ന അനുഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്.
ഈ തീർത്ഥാടനത്തിലും അതാണ് സംഭവിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും പരിമലപുണ്യവാന്റെ മധ്യസ്ഥത തേടി ജനം വരുമ്പോൾ ഈ തീർത്ഥാടന കേന്ദ്രം എക്സ്ട്രാ ഓർഡിനറി ആകുന്നു. ദിസ് ഈസ് സംതിങ് വെരി സ്പെഷ്യൽ എന്ന് പറയുന്ന വലിയൊരു അനുഭവത്തിലേക്ക് നാം ആയിത്തീരുന്നു. ഇവിടെ വരുന്ന തീർത്ഥാടകരും തീർത്ഥം പാനം ചെയ്ത് കഴിയുമ്പോൾ യെസ് ഐ ആം സംതിങ് സ്പെഷ്യൽ ദാൻ അതേഴ്സ് എന്ന് പറയുന്നതായ വലിയൊരു അനുഭവത്തിലേക്ക് വരുന്നു എന്നർത്ഥം. എൻ്റെ രണ്ടാമത്തെ ചിന്ത, ഇത് ഭാരതീയരുടെ തപസ്സിൻ്റെ ആഘോഷമാണ്. പരിമലപുണ്യവാന്റെ പെരുന്നാൾ പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ ഞാൻ ഉദ്ധരിച്ചതായ വാക്യങ്ങളെ അനുസരിച്ചുകൊണ്ട് ആഘോഷിക്കുമ്പോഴും മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവപുസ്തകത്തിൽ മായാത്ത പേരുള്ളവനെ നാം കാണുമ്പോഴും നമ്മുടെ മനസ്സിൽ ഭാരതീയർ എന്ന നിലയ്ക്ക് ഉണ്ടാകേണ്ടതായ ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ്, നാം ഇപ്പോൾ ആഘോഷിക്കുന്നത് തപസ്സിൻ്റെ ഊഷ്മളതയുടെ ആഘോഷമാകുന്നു എന്നത്. മലയാള ഭൂമി ഇന്ന് കപട സ്വാമിമാരുടെയും സുവിശേഷ വ്യവസായികളുടെയും ക്രിമിനൽ ചിന്താഗതിയുള്ള മേലധ്യക്ഷന്മാരുടെയും കൂടുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമിയായി മാറിയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യത്തെ നമുക്കാർക്കും നിഷേധിക്കുവാനായി സാധ്യമല്ല. ഗുണ്ടാസംഘങ്ങളുടെ നേതാക്കന്മാരായി മതമേലധ്യക്ഷന്മാർ വരുന്നതായ ചരിത്രവും നമുക്കറിയാം. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കൊടുത്ത് വാങ്ങി കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് മാലാഖമാർക്കും രാജകുമാരന്മാർക്കും തുല്യമാണെന്ന് പറയുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വളരെ വിചിത്രമായ സങ്കടകരമായ ഒരവസ്ഥയിൽ നാം ആയിരിക്കുന്ന മലയാള ഭൂമി മാറിയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നന്മതിന്മകളെ വേർതിരിച്ചറിയാതെ എന്തിനോടും ഒരു പ്രത്യേക രീതിയിൽ പ്രതികരിക്കുന്നതായ സ്വഭാവം ഇന്ന് നമുക്കും നാം ആയിരിക്കുന്ന രാഷ്ട്രീയ സമൂഹത്തിനും അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ മാധ്യമ സമൂഹത്തിനും ഒക്കെ ആയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നാം മനസ്സിലാക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ളതായ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തപസ്സനുഷ്ഠിച്ച പരിശുദ്ധനായ പരിമലത്തിരുമേനിയുടെ മുൻപാകെ വരുമ്പോൾ ലജ്ജിക്കേണ്ടതായി വരും എന്നതും ഈ പെരുന്നാൾ പ്രത്യേകമായി ഈ സമയത്ത് നമ്മെ ഓർപ്പിക്കുന്നു. സന്യാസ ജീവിതത്തിൻ്റെ മഹത്വവും ഉന്നതിയും അനുഭവിച്ചുകൊണ്ട് മഹത്വ കിരീടം പ്രാപിച്ചതായ പിതാക്കന്മാരുടെയും ശുദ്ധിമതികളുടെയും ഒരു വലിയ ശൃംഖല ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഭാരതത്തിലുണ്ടായിരുന്നു എന്ന് പറയുവാനായി നാം പഠിക്കണം. അങ്ങനെ ഒരു ശൃംഖലയിൽ അറ്റുപോകാത്ത കണ്ണിയായി മലയാളികൾക്ക് അഭിമാനിക്കത്തക്കവണ്ണം മലയാളികളുടെ ആദ്യത്തെ വിശുദ്ധനായി പരിശുദ്ധനായ പരിമല തിരുമേനി തപസ്സനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ മുൻപാകെ നിൽക്കുന്നു. ഇത് ഇവിടെ ആയിരിക്കുന്ന എല്ലാ മലയാളികൾക്കും ഒരു സാധ്യത നൽകുകയാണ്. പരിശുദ്ധനായ പരിമല തിരുമേനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന സഭയിലെ വിശുദ്ധന്മാരൊക്കെ, നാം വിളിക്കുന്ന വിശുദ്ധന്മാരൊക്കെ വിദേശത്ത് ജനിച്ചവരും വളർന്നവരുമാണ്. എന്നാൽ ഭാരതത്തിൽ ആകമാനമെടുക്കുമ്പോൾ ഏക ആദ്യ മലയാളി വിശുദ്ധനായി നാം കാണുന്ന പരിമല തിരുമേനിയുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വിശുദ്ധരാകുവാനുള്ള സാധ്യതകളെ നാം നഷ്ടപ്പെടുത്തരുത് എന്ന് ഇവിടെ പ്രത്യേകമായി പരിശുദ്ധൻ തന്നെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്ത്യാനികൾ താപസരായിരിക്കണമെന്ന് പരിശുദ്ധനായ പരിമല തിരുമേനിക്ക് നിർബന്ധമായിരുന്നു. താപസ ജീവിതത്തിന് അതിൻ്റെതായ ഒരു നിറമുണ്ട്. നോമ്പിനും ഉപവാസത്തിനും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിനും ദാനധർമ്മം ചെയ്യുന്നതിനും അതിൻ്റെതായ ഒരു ശൈലി ഉള്ള പൗരസ്ത്യ സഭയിൽ തപസ്സനുഷ്ഠിക്കുന്ന പിതാക്കന്മാരുടെ അനന്തര തലമുറകളാണ് നാം എന്നത് ഈ വിശുദ്ധ പിതാവ് നമ്മെ ഓർപ്പിക്കുന്നു.
സത്യവിശ്വാസവും അതിനോട് ചേർന്ന് നിൽക്കുന്ന ആരാധനയും അതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതായ ആധ്യാത്മികതയും ഒരുമിച്ച് നിൽക്കുമ്പോൾ വിശുദ്ധന്റെ ചുറ്റും വിശുദ്ധരുടെ സുഹൃത്ത് വലയം സൃഷ്ടിക്കപ്പെടും. പരിശുദ്ധനായ പരിമല തിരുമേനി ജീവനോടെ ഇരുന്നപ്പോഴും ഇപ്പോഴും അദ്ദേഹത്തിന്റെ ചുറ്റിലും സുഹൃത്ത് വലയം, സഹോദര്യ വലയം, മക്കളുടെ വലയം സൃഷ്ടിക്കപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം സത്യവിശ്വാസത്തെ ഉറപ്പിച്ചും അതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ആരാധന ക്രമപ്പെടുത്തിയും അവിടെ നിന്ന് വരുന്നതായ ആധ്യാത്മിക ജീവിതം രൂഢമൂലമാക്കിയും വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധന്റെ ചുറ്റിലും സുഹൃത്തുക്കൾ അന്നുണ്ട്, ഇന്നുമുണ്ട്, തലമുറകൾ ഭാഗ്യവാൻ എന്ന് വാഴ്ത്തത്തക്ക രീതിയിൽ ആധ്യാത്മിക ജീവിതം രൂപപ്പെടുത്തിയ ആളാണ്. ഈ സാധ്യതയെ നാം നമ്മുടെ ജീവിതം കൊണ്ട് നഷ്ടപ്പെടുത്തരുത് എന്ന് പരിശുദ്ധനായ പരിമല തിരുമേനി ഇപ്പോൾ നമ്മെ ഓർപ്പിക്കുന്നു. മൂന്നാമത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളട്ടെ. ഈ പെരുന്നാൾ ഇരുളിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കാണുന്നതിൻ്റെ ആഘോഷമാണ്. ഇരുളിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കാണുന്നതിൻ്റെ ആഘോഷമാണ്. പരിശുദ്ധനായ മത്തായി സുവിശേഷം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇരുളിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരമായി ബന്ധപ്പെട്ട് മത്തായി ശ്ലീഹ എഴുതിയിരിക്കുന്ന കാര്യമാണ്. കാരണം കർത്താവ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വരുമ്പോൾ ഉള്ള പശ്ചാത്തലം അന്ധകാരം, അജ്ഞത, കരിഞ്ചന്ത, അഴിമതി, വിശ്വാസമില്ലായ്മ, എല്ലാ തിന്മകളും നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവ് പ്രകാശവും പ്രകാശ സ്രോതസ്സുമായി ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ജനത്തിന്റെ പ്രത്യാശ കണ്ടുകൊണ്ട് പരിശുദ്ധനായ മത്തായി ശ്ലീഹ പഴയ നിയമ ഉദ്ധരണി ഇവിടെ എഴുതി വെക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. മനുഷ്യാവതാരത്തിന്റെ പിന്തുടർച്ചയായ പരിശുദ്ധ സഭയിലും കാലാകാലങ്ങളിൽ ഇരുണ്ട അന്ധകാരത്തിന്റെ അവസ്ഥകൾ ഉണ്ടായപ്പോഴൊക്കെ ചില ആളുകൾ അവരുടെ ഇടയിൽ നിന്ന് ഉത്ഥാനത്തിന്റെ, പുനരുത്ഥാനത്തിന്റെ പ്രകാശ സ്രോതസ്സുകളായി വന്നിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി ജീവിച്ചിരുന്ന 19-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൽ കാലഘട്ടം മുഴുവനും ഇരുളായിരുന്നുവോ പ്രകാശമായിരുന്നുവോ എന്നതിനെ കുറിച്ച് ബലഹീന ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഒരു അനാലിസിസ് നടത്തുവാനുള്ള പ്രാപ്തരുമല്ല. എന്നാൽ ഒരു കാര്യം ശരിയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇരുണ്ട യുഗം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ പരിശുദ്ധൻ ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടിയും വിദ്യാഭ്യാസത്തിന്റെ അഴിമതി തടയുന്നതിന് വേണ്ടിയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയും ആരാധനകൾ ക്രമപ്പെടുത്തുന്നതിന് വേണ്ടിയും തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കും എതിരെയും ഒക്കെ തൻ്റെ തൂലികയും തൻ്റെ പ്രവർത്തനങ്ങളും തൻ്റെ വചനങ്ങളും ഒരുപോലെ ഉപയോഗിച്ചത്. അതുകൊണ്ടൊരു നവോത്ഥാന നേതാവാണ്. ഞാൻ കുറ്റം പറയുന്നു എന്ന് വിചാരിക്കരുത്. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ഇങ്ങനെ തുടങ്ങിയ കേരളത്തിലെ ചില നവോത്ഥാന നേതാക്കളുടെ സമകാലീന നേതാവായിരുന്നു പരിശുദ്ധനായ പരിമല തിരുമേനി. ഈ പരിശുദ്ധനായ പരിമല തിരുമേനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ശ്രദ്ധ വന്നിട്ടുണ്ടെങ്കിലും മറ്റവർക്ക് കൊടുക്കുന്നതായ അതേ ശ്രദ്ധ ഭാരത ജനത കൊടുക്കുന്നുണ്ടോ എന്നത് നാം ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ്. എവിടെയെങ്കിലും അശ്രദ്ധ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റം നാം ഏറ്റെടുക്കേണ്ടി വരുന്നു എന്നതും നാം മനസ്സിലാക്കണം. സാഹിത്യ ലോകത്തിന് നൽകിയ സംഭാവനയും ഇതേ അർത്ഥത്തിൽ നാം കാണേണ്ടതാണ്. മലയാളത്തിൽ മിഷണറിമാരുടെ മിഷണറി മലയാളം രൂപപ്പെട്ടുവെങ്കിൽ അതിന് സമാനമായി മൽപ്പാൻ മലയാളം കേരളത്തിൽ രൂപപ്പെട്ടു വന്നതിന് പിന്നിൽ പ്രിയപ്പെട്ട പീലിപ്പോസ് റമ്പാച്ചനും, കായംകുളം പീലിപ്പോസ് റമ്പാച്ചനും പരിമല തിരുമേനിയുമായിരുന്നു. എന്തുകൊണ്ടോ ഈ ഗദ്യരൂപം മൽപ്പാൻ മലയാളം കേരളത്തിന്റെ കാര്യമായ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നതും ആരുടെ കുറ്റമാണെന്ന് പറയുവാനായി നിവൃത്തിയില്ല. അവിടെയും ആരുടെയും കുറ്റമല്ല.
പരിശുദ്ധനായ പരിമല തിരുമേനി നോക്കുമ്പോൾ മനുഷ്യ സമൂഹത്തിന്റെ മുഴുവൻ സമൂലമായ ഉന്നതിയെ ലാക്കാക്കി പ്രവർത്തിച്ച അതിവിശുദ്ധനായും അതുപോലെ തന്നെ പ്രവർത്തകനായും മാറി കയറുകയും ഇറങ്ങുകയും ചെയ്ത ഒരാളായിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറുക, മനുഷ്യന്റെ സന്നിധിയിലേക്ക് ഇറങ്ങുക, അങ്ങനെ ആരോഹണം അവരോഹണം തൻ്റെ ജീവിതത്തിലൂടെ പ്രാപ്യമാക്കി ദൈവജനത്തെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നയിച്ച അതിവിശുദ്ധൻ എന്ന് നമുക്ക് കാണുവാനായി സാധ്യമാകും. പരിശുദ്ധനായ പൗലോസ്ലീഹ തീമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കുവാൻ നീ ശ്രമിക്കാം. ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കാം. ആ വകക്കാർക്ക് അഭക്തി അധികം. മുതിർന്നവർ വരും, അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. വാക്യത്തിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു എന്നർത്ഥം. തിരുമേനിയുടെ ജീവിതത്തിൽ സഭാപരമായി ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും എതിർത്തത് അന്ന് സഭയെ കാർന്നുതിന്നതായ നവീകരണ ഉപദേശങ്ങളായിരുന്നു. നവീകരണ ഉപദേശങ്ങളെ തച്ചുടയ്ക്കുക എന്നത് പരിശുദ്ധന്റെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു. അതിനു വേണ്ടിയുള്ള ഈ വേദവാക്യമാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. ഇവിടെ അദ്ദേഹം പറഞ്ഞതായ ഒരു ഉദ്ധരണി മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. അദ്ദേഹം പറയുന്നു, ഉപദേശികളെന്ന് പറഞ്ഞ് വരുന്നതായ മതവിരോധികളെ കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മതവിരോധികളെ കൊണ്ടും കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നോമ്പ്, നമസ്കാരം, കുരിശുവര, കുമ്പടിയിൽ കുർബാന, കുംഭസാരം, മാമോദീസ, രോഗികളുടെ സൈത്തുപൂശൽ മുതലായ കർമ്മങ്ങളെ പറ്റിയും തമ്പുരാനെ പറ്റി അമ്മയോടും മറ്റു വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളെ പറ്റിയും വിരോധമായും അവയെ നിസ്സാരമായി കാണുകയും ചെയ്യുന്നവർ, അത് ആചരിക്കാതെ നിൽക്കുന്നവർ, അങ്ങനെയുള്ള കള്ള ഉപദേഷ്ടാക്കളെ പള്ളിയിൽ വെച്ചോ നിങ്ങളുടെ കൂട്ടത്തിൽ വെച്ചോ പ്രസംഗിപ്പിക്കുകയോ അവരുടെ ഉപദേശം കേൾക്കുകയോ ചെയ്യരുത്. ഇത് വളരെ ശക്തമായി അദ്ദേഹം ഉപദേശിച്ച ഒന്നാണ്. പ്രവാചകന്റെ നിറവേറ്റൽ നാം മനസ്സിലാക്കണം. നവീകരണം എന്നത് നാം ഇപ്പോൾ കാണുന്ന അടിസ്ഥാനപരമായ നവീകരണക്കാർ കുഴപ്പക്കാരല്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. എന്നാൽ അന്നുണ്ടായ നവീകരണത്തിന്റെ ബാക്കി പത്രങ്ങളായി ഇന്നേയോളം ധാരാളം ഗ്രൂപ്പുകൾ കേരളത്തിൽ പൊട്ടിപ്പുറപ്പെട്ടതിന്റെ ദോഷത്തെക്കുറിച്ചുള്ള വലിയൊരു പ്രവാചക തത്വമാണ് പരിശുദ്ധനായ പരിമല തിരുമേനി ഇവിടെ പ്രഘോഷിച്ചത്. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടത് നവീകരണമല്ല, പിന്നെയോ വിശുദ്ധ ജീവിതവും വിശ്വാസ ജീവിതവും പിന്തുടരുന്ന സഭയിൽ ജീവിക്കുന്ന നവീനതയാണ്. ആ നവീനത ഈ വിശുദ്ധൻ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നവീകരണം എന്നത് തന്നെ അതിൻ്റെ പര്യായം അജ്ഞതയാണ്. അജ്ഞതയിൽ നിന്ന് സാത്താൻ ഉളവാകുന്നു. സാത്താൻ ഉളവായാൽ പിന്നെ അതിനോട് പോരാടേണ്ടത് ആവശ്യമാകുന്നു എന്ന് പറയുന്നു. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, തിരുസഭയെ നശിപ്പിക്കുവാൻ എതിർത്ത് പുറപ്പെട്ടിരിക്കുന്ന സാത്താനോടും അവന്റെ സൈന്യത്തോടുമാണ്. നമുക്ക് വേണ്ടത് നവീകരണമല്ല, അജ്ഞതയല്ല, വിശ്വാസ ജീവിതത്തിലുള്ള നവീനതയാണ്. പരിമല തിരുമേനി നാം ഇന്നിവിടെ നിൽക്കുമ്പോൾ ഒരു ചരിത്ര പുരുഷനായി കാണേണ്ട കാര്യമില്ല. ഇന്നും ഇപ്പോഴും എന്നും നമ്മുടെ ജീവനുള്ള കാലത്തോളം നമ്മോടൊപ്പം ജീവിക്കുന്നു. പരിശുദ്ധനായ പൗലോസ്ലീഹ ഓർപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളെ അന്നെന്ന പോലെ ഇന്നും കേൾക്കുക, അതനുസരിച്ച് ജീവിക്കുക. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.